പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കേരളത്തിലെ വാഹനപ്പെരുപ്പം. അതായത് 2016 ഈ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ എക്കണോമിക് റിവ്യൂ പ്രകാരം 2016 മാർച്ച് വരെ എത്രയാണ് 101.71 ലക്ഷം മോട്ടോർ വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് കുതിച്ചു കയറ്റമാണ്. അതായത് 1000 പേർക്ക് 305 വാഹനങ്ങൾ എന്ന നിലക്കിൽ ആണ് ഈ 2016 വാഹന സാന്ദ്രത ഉണ്ടായിരുന്നത്. അത് പിന്നെ പിടിവിട്ട ഒരു പോക്കാണ്. അതായത് ഇരട്ടിക്കും ഓരോ വർഷവും ഇത് ഇരട്ടിക്ക് മേൽ ഈ വാഹനപ്പെരുപ്പം ഉണ്ടാവുന്ന തരത്തിലേക്ക് ഇതിൻ്റെ അനുപാതം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കണക്ക് കയ്യിൽ വെച്ചുകൊണ്ടല്ല ഇപ്പോൾ ഈ ടോൾ പിരിവ് നടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് 3 ഇരട്ടി പണം അവരുണ്ടാക്കും. ഇരട്ടി പണം. ഇത് പലതവണ ഇപ്പോൾ ED റെയ്ഡ് നടന്നു, പലതവണ അവർക്ക് പിഴ ചുമത്തി. ഇതൊക്കെ എന്നിട്ടും ഇവർക്ക് ഇത് ഇങ്ങനെ തുടരാൻ കഴിയുന്നുള്ളത്. ഇതിന് മറ്റൊരു മാനദണ്ഡം വേണ്ടേ? ഇവർക്ക് അതിൻ്റെ പലിശയടക്കം തിരിച്ചു കിട്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് കണക്കാക്കി ഈ പരിപാടി അവസാനിപ്പിച്ചോളാൻ ഭരണകൂടം പറയേണ്ടതാണല്ലോ. അത് NHAIയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഇടപെട്ട് ഈ പിരിവ് നിർത്താനുള്ള ഒരു നീക്കം നടത്തേണ്ടതാണ്. പക്ഷേ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് കോടതിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ കൂടി ഒരു ഇടപെടൽ ഉണ്ടാവണം. കാരണം ഇത് സമ്പൂർണ്ണമായി ഈ പിരിവ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പം അടുത്ത ഹൈവേ പൂർത്തിയാകുമ്പോൾ അവിടെ വേറെ ടോൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ പാലിയേക്കരയിലെ ടോൾ പിരിവൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം. സാധാരണക്കാരൻ ഇതിൻ്റെ കണക്കറിയാം. ഇതിപ്പോൾ കോടതിക്കോ NHAIക്കോ EDക്കോ മറ്റാർക്കും അല്ലെങ്കിൽ സർക്കാരിനോ ഒന്നും ബോധ്യപ്പെട്ടില്ലെങ്കിലും സാധാരണക്കാരന് ഈ കണക്ക് കൃത്യമായി അറിയാം. ഇവിടെ ഇവർ എത്ര പിരിക്കുന്നുണ്ട്, എത്ര പിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതും കേരളത്തിലെ വാഹനപ്പെരുപ്പവും ഒക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായ ഒരു ആത്മരോഷം ഉണ്ടാവും. പിന്നെയും അവിടെ പിടിച്ചു നിർത്തി ഈ ഗുണ്ടായുസത്തിന് നമ്മൾ വിധേയരാകേണ്ടി വരുന്നു എന്നുള്ള വലിയ സങ്കടത്തിലാണ് ആളുകൾ ഇവിടെ പോവുക. അപ്പോഴാണ് സ്വാഭാവികമായിട്ടും അവിടെ സംഘർഷം ഉണ്ടാകുന്നത്. അവരെ ഇവർ ഈ പറയുന്നത് പോലെ ഗുണ്ടകളെ പോലെ ഇവർ സാധാരണക്കാരെ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള മാർഗ്ഗമാണ് കോടതി അടക്കം ആലോചിക്കേണ്ടത്.